രാഹുൽ ഗാന്ധി എവിടെ? വേർ ഈസ് രാഹുൽ ഗാന്ധി? നിന്റെയൊക്കെ തന്തയുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ടടാ രാഹുൽ ഗാന്ധി. വോട്ട് ചോറി ഇഷ്യൂ ആണെങ്കിലും E20 ഇഷ്യൂ ആണെങ്കിലും ഗ്രേറ്റ് നിക്കോബാർ പോയറ്റ് ഇഷ്യൂ ആണെങ്കിലും ഇപ്പോഴത്തെ നീറ്റ് പേപ്പർ ലീക്ക് ഇഷ്യൂ ആണെങ്കിലും രാഹുൽ ഗാന്ധി തന്നെയാണ് ആദ്യം എപ്പോഴും ചോദ്യം ചെയ്തിട്ടുള്ളത്. ഈ നീറ്റ് പേപ്പർ ലീക്ക് ഇഷ്യൂ ഇന്ന് മാത്രമല്ല നടക്കുന്നത്, 2026 നടക്കുന്ന കാര്യമല്ല, ഇതിന് മുന്നേയൊക്കെ നടന്നിട്ടുണ്ട്. 2024 രാഹുൽ ഗാന്ധി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അന്ന് നീയൊക്കെ എവിടെയായിരുന്നു? അന്ന് നിന്റെ ഒന്നും സപ്പോർട്ട് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പല ക്യാമ്പയിനുകളും പല പബ്ലിക് പ്രൊട്ടസ്റ്റും നീറ്റ് ആസ്പിരൻസിന്റെ ഫാമിലിയെ കണ്ടിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് 2024 മാത്രമല്ല ചെയ്തിട്ടുള്ളത്, 2026 ഡെറാഡൂണിലും രാജസ്ഥാനിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പല കൺസേൺസും റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ല. മോഡിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം കുറേ ഇവിടുത്തെ ലെഫ്റ്റ് സൈബർ ഹാൻഡിൽസ് രാഹുൽ ഗാന്ധിയെയാണ് ചോദ്യം ചെയ്യുന്നത്. നിന്റെയൊക്കെ ആന്റി കോൺഗ്രസ് ആന്റി രാഗ അജണ്ട കാരണം തന്നെയാണ് ഇന്ത്യ ഇന്നും BJP ഭരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ക്രിട്ടിസൈസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല, ക്രിട്ടിസൈസ് ചെയ്യണം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ നല്ലത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആരെയും സപ്പോർട്ട് ഇല്ല, ക്രിറ്റിസിസം മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. അതും റൈറ്റ് ടൈമിൽ പ്രധാനമന്ത്രിയുടെ ഓഫീഷ്യൽ റെസിഡൻസിന്റെ മുന്നിലായിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നിൽക്കാനോ കൂട്ടം കൂടാനോ ഒന്നും പറ്റില്ല. ഹൈ സെക്യൂരിറ്റി സോൺ ആണ്, മൾട്ടി ലെയർ Z+ സെക്യൂരിറ്റി ഉള്ള സ്ഥലത്തായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോക്ക് പോലും ഇൻഫോർമേഷൻ കൊടുക്കാതെ ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടത്തി. ആ ഒരു പ്രൊട്ടസ്റ്റിന് പിന്നാലെ ഗവൺമെന്റ് ഒരു ചർച്ചക്ക് പാർലമെന്റ് ഡിസ്കഷന് തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷമേ ഏതൊരു ചർച്ചയ്ക്ക് ഉള്ളൂ എന്നുള്ള നോ കോംപ്രമൈസ് വിത്തൗട്ട് ദ റിസൈനേഷൻ ഓഫ് ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ള ഒരു ശക്തമായ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ വെച്ചിട്ടുണ്ടായി. ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടും ആരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പകരം ചോദിക്കുകയാണ്, ഇത്രയും ദിവസം എവിടെയായിരുന്നു, ഇപ്പൊ വലിയ ഷോടാ വന്നേക്കുന്നത് എന്ന്. ഞാനൊരു കാര്യങ്ങളോട് ചോദിക്കട്ടെ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റിനാണോ ഒരു കൂട്ടം സ്റ്റുഡൻസ്, യൂത്ത്, ജനങ്ങൾ നടത്തുന്ന പ്രൊട്ടസ്റ്റിനാണോ വലുത്? ഇപ്പോ ഇനീഷ്യലി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ BJP പ്രൊപ്പഗണ്ട ഇറക്കുമായിരുന്നു. CJP എന്നത് ഒരു കോൺഗ്രസ് ഫണ്ടഡ് ആണ്, അല്ലെങ്കിൽ ഇതൊരു കോൺഗ്രസിന്റെ സമരമായിട്ട് ചുരുങ്ങി മറ്റു പാർട്ടികൾ ഇതിലോട്ട് ജോയിൻ ചെയ്യാനും മടിക്കുമായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന ജെൻസീസ് ഇവരൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാണെങ്കിൽ പാർട്ടിയുടേതല്ല, യൂത്തിന്റെയാണ്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന്റെ ഇഷ്യൂ ആണ് എന്നത് ജനങ്ങളിലോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു കോൺഗ്രസ് മൗനം പാലിച്ചത്. എന്നാൽ റൈറ്റ് ടൈമിൽ രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്നലെ നമ്മൾ കണ്ടത്.